കയ്യും വീശി ഇറങ്ങി പോവോ അവള്? നഷ്ടപരിഹാരം ചോദിക്കില്ലേ? അതിനവള് കല്യാണ ദിവസം എന്താ കൊണ്ടുവന്നത്? കൊണ്ടുവന്നതൊക്കെ അവളുടെ കയ്യിലുണ്ട്. നമ്മളാരും ഒന്നും എടുത്തിട്ടില്ലല്ലോ. എന്നാലും അവള് ചോദിക്കും. നല്ല കച്ചവടക്കാരിയാ അവള്. കിട്ടുന്നത് വേണ്ടെന്ന് വെക്കാൻ അവള് തയ്യാറാവില്ല. എന്താ സിദ്ധു, അതിനുള്ള സാധ്യതയുണ്ടോ? ഞങ്ങൾ തമ്മിലുണ്ടാക്കിയ ധാരണയിൽ അങ്ങനെയുള്ള വ്യവസ്ഥകളൊന്നും ഇല്ലച്ചാ. ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള നിയമപരമായ ബാധ്യത നമുക്കുണ്ടോ? ജീവനാംശം ചോദിച്ചാൽ കൊടുക്കണം. പക്ഷേ ഈ കേസ് മ്യൂച്വലാ. വിവാഹമോചനം വേണമെന്ന് രണ്ടു കൂട്ടരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. എന്നുവെച്ച് പിന്നീട് ചോദിക്കാൻ പാടില്ലെന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കി അവൾ ഈ ഡിവോഴ്സിൽ നിന്ന് മാറുമെന്നാ എന്റെ പേടി. എനിക്കും ആ പേടി ഇല്ലാതില്ല അച്ഛാ. അവളുടെ ആവശ്യം നടന്നു കഴിഞ്ഞല്ലോ. വിഷ്ണുവിന് ജാമ്യം കിട്ടിയില്ലേ? ഇനി ഡിവോഴ്സ് നടന്നാലെന്ത്, നടന്നില്ലെങ്കിലെന്ത്? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ എന്റെ തനിനിറം അവള് കാണും. പറക്കും അവൾ ഇവിടുന്ന്. ഞാൻ പറപ്പിക്കും. ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കേസ് വേറെയാ. എനിക്കതിന് പറ്റും. അതിനുള്ള മരുന്നേ എന്റെ കയ്യിലുണ്ട്. അല്ല, എന്ത് മരുന്നിനെ കുറിച്ച് അവൾ പറയുന്നത്? വെറുതെ പറയുന്നത് അച്ഛാ. അച്ഛനത് കാര്യമായിട്ട് എടുക്കണ്ട. അളിയെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ചന്ദ്രയുടെ എന്തോ ഒരു രഹസ്യം ചേച്ചിക്കറിയാം. അതാ ചന്ദ്ര ചേച്ചിയെ പേടിക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു രഹസ്യം? എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ ചേച്ചിക്ക് മാത്രമേ അറിയൂ. ചേച്ചി ഒന്ന് നോർമൽ ആവട്ടെ, അപ്പൊ നമുക്കെല്ലാം ചോദിച്ചു മനസ്സിലാക്കാം. ഇവനെയും കൊണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നാലെന്താ? ഇതല്ലേ എന്റെ വീട്. അപ്പൊ എന്റെ കൂട്ടുകാരും ഇവിടെ വരും. ഇത് നിന്റെ വീടോ? ഇത് കുഞ്ഞളിയന്റെ വീടാ. സിദ്ധുവേട്ടൻ ഇപ്പൊ എന്റെ ഭർത്താവല്ലേ? ഡിവോഴ്സ് കഴിയട്ടെ, എന്നിട്ട് മതി പിണ്ടം വെച്ച് പടിയിറക്കല്.